എന്റെ കലിപ്പൻ. രചന ഫർസാന ഫർസു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഷിഫാന, സാറും റിയ കൂട്ടരും കൂടി ലൗട്ടിയില്. എവിടെ? അവര് പോയി. നീ എന്തേ വൈകി ഇറങ്ങാൻ? അവരെന്താ സാറിന്റെ കൂടെ എവിടെ? സുബിയുടെ ബർത്ത്ഡേ അല്ലേ? അവളുമാരുടെ ഒരു ബർത്ത്ഡേ. ഇതുവരെ റിയും സാറും കീരിയും പാമ്പായിരുന്നല്ലോ, ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ റിലേറ്റീവായി. കൂട്ടുകാരികൾ കളിയാക്കി. ഇനി നാളെ പ്രണയാവോ? നിന്റെ നാവുകൊണ്ടൊന്നും പറയലടി. സാറ് എനിക്കുള്ള എത്രയും വേണ്ട സാറിന് പ്രപ്പോസ് ചെയ്യണം. റിയ, നീ ചിത്രമൊക്കെ വരയ്ക്കുമല്ലേ? എൻ്റെ പടം വരയ്ക്കുമോ? നോക്കാം. എന്തായാലും നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. സാറിന് വരയ്ക്കണോ? ആ, ചെറുതായിട്ട്. ശരിക്കും? ആഹാ, എനിക്ക് പറ്റിയ ആളാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഞാൻ മനസ്സിൽ പറഞ്ഞു. നീ എന്തെങ്കിലും പറഞ്ഞറിയാ? ഇല്ല. നിനക്ക് കല്യാണം നോക്കുന്നുണ്ടോ? നിനക്ക് 18 ഇല്ല, 17. നെക്സ്റ്റ് ആഗസ്റ്റിന് 18 അപ്പോൾ പിന്നെ തീരുമാനമാവൂലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ആരൊന്നും മിണ്ടിയില്ല. എനിക്കെന്തോ ഒന്നും മിണ്ടാൻ തോന്നിയില്ല. സാറ് പറഞ്ഞത് ശരിയാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. 18 വയസ്സാകാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഞാൻ ചുമ്മാ പറഞ്ഞ 18 വയസ്സ് തന്നെ കല്യാണം വേണമെന്നൊന്നുമില്ല. സാറ് പറഞ്ഞു. ഒന്നും ഉഷാറാവിടും. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ 18 ആവാൻ കാത്തിരിക്കലേ കിട്ടിക്കാൻ. അതുകൊണ്ട് ചോദിച്ചാ. അല്ല, നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഞാനൊരാളെ പ്രണയിക്കുന്നുണ്ട്. ആര്? അത് സാറാ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ജീവിതം സാറിൻ്റെ കൂടെ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ റിയലി ലവ് യു. റിയ, ഞാൻ നിന്റെ സാറാണ്. നീ എന്നെ അങ്ങനെ കാണാവൂ. ഞാൻ ഇതുവരെ ആ രീതിയിൽ കണ്ടിട്ടില്ല നിന്നെ. സാറ് പറഞ്ഞു. റിയ, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ നീ? എന്താ സാർ? ഞാൻ ഞെട്ടി ഉണർന്നു. നീ ഉണർന്നിരുന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയ റിയ. ഞാൻ ചോദിച്ച വല്ലതും കേട്ടോ? നിനക്ക് പ്രണയമുണ്ടോന്ന്? റിയ, പറ. ഇഷ്ടമാണെന്ന് പറ. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. നോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു. സാറ് ഞാൻ ആ രീതിയിൽ കണ്ടിട്ടില്ലെങ്കിലോ എൻ്റെ ഇഷ്ടം പറയാനായിട്ടില്ല. ഹലോ, ഇറങ്ങുന്നില്ലേ? ആ, ബൈ. സാറ് പോകുന്ന നോക്കിയാൽ നിന്നു. പിന്നെ വീട്ടിലേക്ക് നടന്നു. ഞാൻ ഫ്രഷായി അടുക്കളയിലേക്ക് പോയി. ഉമ്മി, ചായ. ഇത് എന്തു പറ്റി ഉമ്മിയുടെ മോൾക്ക്? കുളിച്ചിട്ടൊക്കെ വന്നേക്കുന്നല്ലോ. ചായ. എന്താ ഉമ്മീൻ്റെ കുട്ടിക്ക് പറ്റിയത്? തലവേദനയുണ്ടോ? ഇല്ല ഉമ്മി. ഉപ്പ് വിളിച്ചിരുന്നു. അണക്കാ ചെക്കൻ മെസ്സേജ് അയച്ചിരുന്നോ? ഉമ്മ ചോദിച്ചു. എനിക്കെന്തോ സുഖമില്ല, ഞാൻ പോയി കിടക്കട്ടെ. ഞാൻ ഫോൺ എടുത്തു. അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഇത്ത എത്തിയോ? നിനക്ക് സുഖമില്ലാന്ന് ഉമ്മ പറഞ്ഞു. എന്നിട്ട് മൊബൈൽ കളിക്കാനല്ലേ? ഇത്ത ചോദിച്ചു. കാര്യമായിട്ടൊന്നുമില്ല. ആ ചെക്കൻ മെസ്സേജ് അയച്ചിരുന്നോ റീനു? ഇത്ത ചോദിച്ചു. ഇത്താക്ക് അതിനെ ചോദിക്കാനുള്ളത്. ഉമ്മ പറഞ്ഞിട്ടോ മെസ്സേജ് അയച്ചിരുന്നു. തന്നെ? എന്തൊക്കെയാ പറഞ്ഞേ? സുഖാണോ? എന്താ പണി? പഠിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ. ഇത്ത പോയി. മെസ്സേജ് അയച്ചില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും ഉപ്പാൻ്റെ ചെവിയിലെത്തും. പിന്നെ ഉപ്പ വീണ്ടും ആ ചെക്കനോട് പറയും, എന്തിനാ വെറുതെ കുരിശികളെ പിടിച്ചു വാങ്ങുന്നത്. പിറ്റേന്ന് എക്കണോമിക്സിന്റെ സാറില്ല. ഞങ്ങൾ ഓരോന്ന് സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ റിയ, പ്ലീസ് കം. അഫ്സൽ സാറിനെ വിളിച്ചു. ഞാൻ സാറിൻ്റെ അടുത്തേക്ക് പോയി. എന്താ സാർ? നീ ഇപ്പോൾ ഫ്രീ ആണോ? എക്കണോമിക്സ് സാറില്ല, ഫ്രീ ആണ്. എന്നാ വാ. ഞാൻ സാറിൻ്റെ കൂടെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഷിഫാനെ നോക്കി കണ്ണിറുക്കി. ആളുടെ മുഖം ദേഷ്യത്താൽ ചുവന്ന് വിറക്കുന്നുണ്ട്. അത് കാണാനൊരു സുഖം. സാറിനെ ലൈബ്രറിയിൽ കൊണ്ടുപോയി ഒരു ബുക്ക് എടുത്തു തന്നു. സർ, എനിക്ക് വായനാശീലമില്ല. വായന നല്ലതല്ലേ? എനിക്ക് തൊട്ടും ഇഷ്ടമല്ല. ഞാൻ വേറെ ബുക്ക് നോക്കാം. ഈ നോവൽ വായിക്കണം, എന്നാലും അതിൻ്റെ റിയാലിറ്റി മനസ്സിലാവും. സാറ് പറഞ്ഞു. അതെന്തിനാ മനസ്സിലാക്കുന്ന സർ? നിന്നെയുണ്ടല്ലോ, നമ്മുടെ മാഗസീനിൽ ഒരു ചിത്രം വേണം, അത് വരക്കാനാ. അതിനെന്തിനാ ഈ നോവൽ വായിക്കുന്നത്? ഈ നോവലിനെ സംബന്ധിച്ചുള്ള റൈറ്റപ്പ് വരക്കാനാ. നീ ഈ നോവൽ കൊണ്ട് വായിച്ചിട്ട് പറ. വരക്ക് പ്ലീസ്. ഞാൻ നടന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇനി ഇത് വായിക്കണം. എന്തൊക്കെ പുകില. റിയ, ഇന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, സാറിന് ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ പോയിക്കോളാം. വാ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത്? വന്ന കാണാം. അപ്പൊ ഈവനിങ്. എന്തായിരിക്കും സർപ്രൈസ്? ഈവനിങ് ആണല്ലോ. എന്തായിരിക്കും എന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സേറെ. അങ്ങനെ ഈവനിങ് ഞാൻ സാറിനെ കാത്തിരുന്നു. റിയ, കയറ്. ആട് ഷിഫാനയുടെ ഗ്യാങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുൻസീറ്റിൽ പോയിരുന്നു. എന്നിട്ട് അവളെ നോക്കി വിളിച്ചു. സർ, എന്താ സർപ്രൈസ്? അത് പറയാം. സാർ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. സർ, എന്താ ഇവിടെ? ഇറങ്ങ്. ഞാൻ ഇറങ്ങി. സാർ എന്നെ കൊണ്ട് നടന്നു. റോഡിൻ്റെ അപ്പുറത്തൊരു അതിമനോഹരമായ സ്ഥലം. നിറയെ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. പച്ചപ്പ് മാത്രം. നീരിക്ക്. ഇപ്പോഴും പറഞ്ഞില്ല. പറയാം. ഞാനിരുന്നു. ചുറ്റും നോക്കി സ്ഥലം ആസ്വദിച്ചു. ഈ സ്ഥലം ഇഷ്ടമായി അറിയാ? അടിപൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സ്ഥലം. സമയം കിട്ടുമ്പോൾ ഞാൻ അധികം ഇങ്ങോട്ടാണ് വരാറ്. റിയ, നീ എന്നോട് ചോദിച്ചില്ലേ
എനിക്ക് ലവറുണ്ടോന്ന്? ആ ഉണ്ടോ? ഉണ്ട്. ആരാ? ഒരു മാലാക. അവള് ഞാൻ കണ്ട കോഴിക്കോട്ടുനിന്നാ, ബീച്ചിൽ വെച്ച്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെനിക്കിഷ്ടമായി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തോ വലിയ പാറക്കല്ലുകൾ വന്ന് വീഴുന്ന പോലെ നിലം പിളർന്നു പോയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. സർ, ഞാൻ പതറി. ഞാൻ പിന്നെ അവളെ കണ്ടു. പടച്ചോൻ എൻ്റെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഒരിക്കലും കാണില്ലെന്ന് കരുതിയതാ. പക്ഷെ ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാൽ അവളെ ആക്സെപ്റ്റ് ചെയ്യറിയാ? ആ തീർച്ചയായും സർ. സാറിന് ആർക്കാ ഇഷ്ടമില്ലാത്ത? എന്തായാലും ആ പെൺകുട്ടി ഭാഗ്യവതിയാ. സാറ് ധൈര്യത്തിൽ പറഞ്ഞോളൂ, അവൾ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ കരച്ചടക്കി പറഞ്ഞു. ഞാനിപ്പോൾ ഒരറിയാം. സാറ് പോയി. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഇല്ലറിയ, വേണ്ട, നീ അവരോട് ഇഷ്ടം പറഞ്ഞില്ലല്ലോ, പിന്നെന്താ? ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ നോക്കി. ഐ ലവ് യു. തിരിഞ്ഞു നോക്കിയപ്പോൾ സാർ എൻ്റെ മുമ്പിൽ മുട്ടൂത്തി റോസാപ്പൂ നീട്ടി നിൽക്കുന്നു. അതെനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. സന്തോഷം കൊണ്ട് ചാടി കളിച്ചാലോ എന്ന് വരെ തോന്നി. സർ, എൻ്റെ പൊന്നെ, ഈ റോസ് പിടി. ഇങ്ങനെ നിന്നിട്ട് കാല് വേദനിക്കുന്നു. ഞാൻ റോസ് വാങ്ങി. സാർ എഴുന്നേറ്റു. നീ അന്തം വിട്ട് കണ്ട. കോഴിക്കോട് വെച്ചാൽ നിന്നെ ഞാൻ കണ്ടത്. അന്ന് എനിക്ക് ഇഷ്ടമായതാ. കോഴിക്കോട് മുഴുവൻ നിന്നെ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. പിന്നെ സ്കൂളിൽ വെച്ചാൽ കാണുന്നത്. പിന്നീട് ഞാൻ നിന്നോട് കലിപ്പിട്ടിടുന്നതേ ഇഷ്ടം കൊണ്ടാ. സാറ് പറഞ്ഞു. എനിക്കെന്താ പറയുക എന്നറിയില്ലായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഇങ്ങനെ. സന്തോഷം കൊണ്ട് എന്താ ചെയ്യാന്നറിയാത്തപ്പോഴും നിൽക്കുകയായിരുന്നു ഞാൻ. പററിയ, നിനക്കെന്നെ ഇഷ്ടമാണോ? എൻ്റെ ജീവിതത്തിൻ്റെ പാതയായി കൂടെ വരാമോ? അത് പറയ, നിനക്ക് ഇഷ്ടമാണെന്ന് പറ. നീ ആഗ്രഹിച്ച ഇതാണ്, പറ. മനസ്സ് വല്ലാണ്ട് മന്ത്രിച്ചു. അത് എനിക്ക്... ഞാൻ ഭയന്ന് സാറിൻ്റെ ബാക്കിൽ വിളിച്ച്. എന്തറിയാ, നീ ആരെയാ പേടിക്കുന്നേ? അയാള്. സർ, നമുക്ക് വേഗം പോവാം പ്ലീസ്. നീ ആരെയാ പേടിക്കുന്നത്? പറ. സാറുണ്ടെങ്കിൽ വാ. അവൾ മുന്നോട്ട് നടന്നു. പിന്നാലെ സാറും. സാർ അവളെ കൈപിടിച്ചു, മാറോട് ചേർത്തു. ഞാനില്ലേ, നീ ആരെയാ പേടിക്കുന്നത്? സാർ വണ്ടി എടുക്ക്, എനിക്ക് വേഗം പോകണം. പിന്നീട് നിശബ്ദയായിരുന്നു. സാർ എന്നെ കൊണ്ടാക്കി തന്നു. ഞാൻ സാറിനോടൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു. അയാൾ ഫാസിൽ. അയാൾ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നീ എന്താ ഇത്ര നേരം വൈകിയത്? ഇത്രക്കും നേരം വൈകാറില്ലല്ലോ നീ. ഉമ്മ ചോദിച്ചു. ഞാനൊന്നും പറയാതെ അകത്തേക്ക് കയറി. ഞാൻ പറഞ്ഞു നീ കേട്ടില്ലാന്നുണ്ടോ? ഉമ്മ, ഈ ബസ് നിർത്തണ്ടേ? ചായ ടേബിളുണ്ട്. ഉമ്മയുടെ ചോദ്യത്തിൽ നല്ല ഗൗരവമുണ്ടായിരുന്നു. രാത്രി പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തു. അതിൽ സാറിൻ്റെ 10-15 മെസ്സേജ് ഉണ്ട്. പാവം, ആകെ പേടിച്ചിട്ടുണ്ടാവും. ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. നിന്റെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. സാറ് മെസ്സേജ് അയച്ചു. ഈ നേരത്തെ ഞാൻ ഫോൺ എടുക്കാറ്. പിന്നെ കുറേ സംസാരിച്ചു. നിനക്കെന്നോട് ഇഷ്ടമാണോന്ന് പറഞ്ഞില്ല. നാളെ നേരിട്ട് പറയാം. ഞാൻ മെസ്സേജ് അയച്ചു. നിനക്ക് ഉറങ്ങാനായില്ലേ അറിയ? നീ ആരോടെ ഈ ചാറ്റ് ചെയ്യുന്നത്? ആരോടില്ലമ്മ. ഞാൻ ഫോൺ എടുത്ത് വെച്ച് ഉറങ്ങാൻ നോക്ക്. ഫോൺ ഓഫാക്കി ഞാൻ കിടന്നു. അപ്പോൾ സാറ് കോൾ ചെയ്തു. ഭാഗ്യത്തിന് സൈലൻ്റ് ആണ്. ഞാൻ എണീറ്റ് മെല്ലെ വാതിലടച്ചു. ഹലോ, നീ എന്ത് പോയത്? ഉമ്മ വന്നിരുന്നു, കിടക്കാൻ പറഞ്ഞു. നാളെ എന്നോട് പറയില്ലേ? ഉമ്മി. ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് ചെവിയിൽ വെച്ചു. നീ നേരത്തെ ആരെയാ വിളിച്ചിരുന്നേ? ഉമ്മയുടെ അലർച്ചയിൽ ഞാൻ ഞെട്ടി. ഉമ്മയുടെ കണ്ണുകൾ ദേഷ്യത്താൽ തിളച്ചു മറിയുന്നുണ്ട്. ഈ നേരത്തെ ഏതവനാടി വിളിച്ചേ? എനിക്ക് ഭയത്താൽ വാക്കുകൾ വെക്കി. ഇത്രയും ദേഷ്യത്തിൽ ഞാൻ എൻ്റെ ഉമ്മീനെ കണ്ടിട്ടില്ല. ഞാൻ കരഞ്ഞു. കൈജുത്തിനോട് പറഞ്ഞിരുന്നു നിങ്ങളെ മോളിൽ നിന്ന് ഒരുത്തൻ്റെ കൂടെ വരാറുണ്ടെന്ന്. അവരോട് തർക്കിച്ചിട്ടാണ് ഞാൻ വന്ന്. എനിക്ക് നിന്നിൽ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. മൂത്ത മോളെ പോലെ നീ ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഉമ്മ, നീ ഒന്നും പറയണ്ട. നിന്റെ ഇത്താടെ അവസ്ഥ നീ കാണുന്നല്ലേ. എന്നിട്ടും നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ഞാനൊന്നും പറയുന്നില്ല. നിന്റെ ഉപ്പാനെ അപമാനിക്കാനുള്ളതാണല്ലോ നിങ്ങൾ രണ്ടുപേരും. എന്നാലും നിനക്ക് തൃപ്തിയാവൂ. ഉപ്പാനെ അപമാനിച്ചിറങ്ങിയവളിപ്പോ അവിടെ ഇരുന്ന് മോങ്ങുക. പഴയതൊന്നും മറന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഇതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമേ വരില്ലായിരുന്നു. ഉമ്മ കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ കട്ടിൽ നിന്ന് ഒരുപാട് കരഞ്ഞു. ഞാനൊന്നും മറന്നിട്ടില്ല. അവളുടെ ചിന്ത പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ പിന്നെ എല്ലാം പറഞ്ഞ പോലെ പെണ്ണ് കാണലൊന്നും വേണ്ടല്ലോ, അവർക്ക് പരസ്പരം അറിയാലോ. അത് ശരിയാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലുമ്മ, നിങ്ങളൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ, സന്തോഷമേ ഉള്ളൂ. എൻ്റെ 2 മക്കളുടെ കുട്ടികൾ ഒന്നിക്കാന്ന് പറഞ്ഞ ഉമ്മാമ്മ പറഞ്ഞു. നിശ്ചയം നമുക്ക് തറവാട്ടിൽ വെച്ച് നടത്താട്ടോ, എളാപ്പ പറഞ്ഞു. അത് നല്ലതാ, എന്നാ നമുക്ക് ഇറങ്ങാം ഉമ്മ, മൂത്താപ്പ പറഞ്ഞു. റയ്യാനാ, മോളെ കണ്ടില്ലല്ലോ, എവിടെ സൈനു? ദാ വന്നല്ലോ. മോളെ, നിങ്ങളുടെ ഇഷ്ടം ഷിയാബ് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന് സന്തോഷമേ ഉള്ളൂ, മൂത്താപ്പ പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. സൈനു, സൂറ. അവർ പോകുന്നു നോക്കി നിന്നു. ഉമ്മ, നിങ്ങളോട് ആരും എൻ്റെ കല്യാണം നിശ്ചയിക്കാൻ എന്നോട് ചോദിക്കാതെ? റിയാന ചോദിച്ചു.
എന്താ പറയുന്നേ? നീ മോന് ഇഷ്ടമല്ലേ? ഇഷ്ടം ഉമ്മ അങ്ങനെയൊന്നുമില്ല. ഇക്കാര്യം ഞാൻ ആങ്ങളായിട്ട് കണ്ടിട്ടുള്ളൂ. എല്ലാവരും ആഗ്രഹിച്ചാ മോളെ. ആദ്യത്തെ പേരക്കുട്ടികളുടെ കല്യാണം. നീ മുടക്കൊന്നും പറയരുത്. ഇത് ഞങ്ങൾ ഉറപ്പിച്ചു. ഉപ്പ പറഞ്ഞു. എൻ്റെ ഇഷ്ടം നോക്കുന്നില്ലേ? കുടുംബക്കാരെ തെറ്റിക്കാൻ പറ്റൂല. ആളും അല്ലാത്ത ദേഷ്യത്തിനകത്തേക്ക് പോയി. ഒരു കുടുംബക്കാരി പെണ്ണിന് വിലയില്ലല്ലോ. ഹലോ റെയ്ഹാന, ഇത് ഞാനാ ഷിഹാബ്. എനിക്ക് നിങ്ങളിന്ന് കാണണം. ആൾ പറഞ്ഞു. ഞാനെവിടെയൊക്കെ വരണ്ട്? അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ കോട്ടക്കുന്നിലുണ്ടാവും. ആ, ഞാനിപ്പോൾ തന്നെ വരാം. കോട്ടക്കുന്നിൽ അവനെ കാത്ത് അവളിരുന്നു. നീ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? എത്ര നേരമായി കാത്തിക്കുന്നറിയോ? ഇതെന്തായിക്ക? എന്തേ നടക്കുന്നത്? എന്ത്? ഞാൻ എപ്പോഴെങ്കിലും ഇക്കാനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ നോട്ടത്തിലെ പെരുമാറ്റത്തിൽ ഇക്കാക്ക് അങ്ങനെ തോന്നിയോ? റിയാന, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ആര്? ഇക്കാക്കറിയാം, ഫാസിൽ. ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. അവനോ? ഇക്ക, ഞാൻ ഇനി എത്ര പറഞ്ഞാലും അവരൊന്നും കേൾക്കില്ല. ഇക്ക ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. അതായത് നിനക്ക് ഫാസിലിനെ കുറിച്ച് എന്തറിയാം? ഈ 6 മാസത്തിനുള്ളിൽ നീ എന്താ അവനെ കുറിച്ച് അറിഞ്ഞ്? എനിക്കെല്ലാം അറിയാം. ഇക്ക പറയാൻ വന്ന കമ്പനിയിലെ മോശത്തെക്കുറിച്ചാവും. ആ ഫാസിലിന്റെ മേലെ കെട്ടിച്ചമച്ചല്ലേ? കെട്ടിച്ചമച്ചതോ? അവന് എന്ന് കമ്പനിയിൽ ജോലിക്കെടുത്തോ? നഷ്ടം മാത്രമേ പറ്റിയിട്ടുള്ളൂ. നിന്നെ അവൻ പറഞ്ഞു പറ്റിച്ചാ. മാത്രമല്ല അവന് പെണ്ണുപിടിയനാ. ചെറിയ നിർത്തി ഷാപ്ക. നിങ്ങൾക്ക് എന്നെ പണ്ട് മുതൽ ഇഷ്ടമായിരുന്നല്ലോ. അത് കൈവിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഫാസിലിനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക. നിന്നോട് എന്തുകൊണ്ടും കാര്യമില്ല. അവൻ നിന്നെ മയക്കിയെടുത്തു. നിന്നോടുള്ള സ്നേഹം സത്യമില്ല, വേറെന്തോ ഉദ്ദേശമുണ്ട്. ഞാൻ സഹിച്ചു. നിങ്ങൾക്ക് ഈ കല്യാണം ഒഴിയാൻ പറ്റുമോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. എന്നാ ശരി, കാണാം. എന്തൊക്കെയോ തീരുമാനിച്ചാൽ അവിടുന്ന് ഇറങ്ങി. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. 2 പേരക്കുട്ടികളുടെ കല്യാണത്തിന് മുമ്പ് കുറെ വർഷങ്ങൾക്ക് ശേഷം തറവാട്ടിൽ പന്തലുയരുകയാണ്. കല്യാണത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടി. എല്ലാവരുടെയും മുഖത്തെ ചെറുപുഞ്ചിരി വിരിഞ്ഞിരുന്നു. സൈനുദ്ദീനും സൂറയും തന്റെ മകളുടെ കല്യാണത്തിന് ഏറെ ഒരുക്കങ്ങൾ ഒരുക്കി. നാടാകെ കല്യാണം വിളംബരം ചെയ്തിരുന്നു. മണവാട്ടി ഒരുങ്ങിക്കഴിഞ്ഞില്ലേ സൂറ? കഴിയാനായിട്ടുണ്ടാവും, ഞാൻ വിളിച്ചുകൊണ്ട് വരാം. സൂറ റെയ്ഹാനയുടെ റൂമിലേക്ക് ലക്ഷ്യമിട്ടു. മോളെ റെയ്ഹു എവിടെ? അല്ലാ! സൂറയുടെ നിലവിളിയിൽ എല്ലാവരോടും അടുത്തെത്തി. എന്താ സൂറ, നീ എന്തിനാ നിലവിളിച്ച്? പല പല ചോദ്യങ്ങൾ ഓരോ കോണിൽ നിന്ന് ഉയർന്നുകൊണ്ടിരുന്നു. അവള് പോയി. കയ്യിലെ കത്ത് അവൾ നീട്ടി. അത് സൈനുദ്ദീൻ വാങ്ങി. സൈനുദ്ദീൻ വായിച്ചു. വല്ലാത്ത ഷോക്കിൽ മരവിച്ച് നിന്നു. അവരുടെ പ്രതികരണം കണ്ട് കൂട്ടത്തിൽ ആരോ കയ്യിലെ കത്ത് വാങ്ങി വായിച്ചു. ഉപ്പ, ഉമ്മ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ കല്യാണം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഫാസിലിനെ സ്നേഹിക്കുന്നു. അവൻ്റെ കൂടെ ഞാൻ പോവുകയാണ്. ഫാസിലിന്റെ കൂടെ നിങ്ങൾ ഒരിക്കലും യോജിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സന്തോഷവതിയായിരിക്കും. സൂറയും സൈനുദ്ദീനും പൊട്ടിക്കരഞ്ഞു. അവൾ ഒരിക്കലും ഇങ്ങനെയാവുമെന്ന് കരുതിയില്ല. വളർത്തുദോഷം അല്ലാണ്ടെന്ത്? അതൊരു കള്ളൻ്റെ കൂടെ പോയിട്ടുള്ളത്. നല്ല കള്ളൻ. മറ്റു പെണ്ണുങ്ങളുടെ പേരുകളെ. ചുറ്റുമുള്ളവർ അവരെ പരിഹസിക്കാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ പരിഹാസത്തിൽ അവർ മുഖം താഴ്ത്തിയിരുന്നു. സുബൈർ അലറിക്കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു. കൂട്ടത്തിൽ ഷിയാബും. ഇക്കയോ മക്കളെ വളർത്തണ പോലെ വളർത്തണം. കണ്ടില്ലേ, കുടുംബത്തിന് നാളെ കീഴുണ്ടായിക്കൊണ്ടോള് പോയിരിക്കണു. അതും ഓന്റെ കൂടെ. ഞാൻ എത്ര ആൾക്കാരുടെ പരിഹാസം കേട്ടാ വരുന്നതെന്ന് ആൾക്കറിയോ? ഇക്ക, ഞാൻ എന്ത് ചെയ്തു? മക്കളെ നല്ല പോലെ വളർത്തണമായിരുന്നു. എന്റെ മകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തൊള്ളോർന്ന് പറഞ്ഞൂടെ? എന്തിനാ വെറുതെ ആശ കൊടുക്കണേ? ഇതെല്ലാം കേട്ട് സൈന് പൊട്ടിക്കരഞ്ഞു. ഉപ്പ എന്നോട് പറഞ്ഞിരുന്നു ഫാസിലിന് ഇഷ്ടമാണെന്ന്, കല്യാണം ഒഴിയണമെന്ന് പറഞ്ഞിരുന്നു. ഷിയാബ് പറഞ്ഞു. എന്നിട്ട് എന്താടാ ഈ വീട്ടിൽ പറയാണ്ടിരുന്നത്? അത് ഫാസിലിനെ പോലെ ഒരാളെ കെട്ടിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്നിട്ടോ ഓള് പോയില്ലേ? നാണം കെട്ടോള്. സൈനു ഇരുന്ന് കരഞ്ഞു. ഇക്ക, ഓൾ എന്ത് വേണേലും ചെയ്യട്ടെ. ഈ അവസ്ഥയിൽ നിങ്ങൾ ഇക്കാനൊന്നും പറയില്ലേ? നെഞ്ചു പൊട്ടി കരയാ മനുഷ്യൻ. നമ്മളല്ലാതെ ഇക്കാന്റെ കൂടെ ആരാ നിൽക്കുക? സക്കീർ ഇടയിൽ കയറി പറഞ്ഞു. സൈനു, ഇജ്ജിനോട് ക്ഷമിക്കണം. ദേഷ്യത്തിൽ ഞാൻ എന്താ പറഞ്ഞതെന്നറിയില്ല. കുടുംബം മുഴുവൻ കളിയാക്കി ചിരിക്കുക. ഇതിനെല്ലാം കാരണം അവളാ. ഓളെ വിടരുത്. വേണ്ടിക്ക, നമ്മളൊക്കെ ഒഴിവാക്കി പോയതല്ലേ അവള്. എനിക്കിനി അങ്ങനെ ഒരു മകളില്ല. സൈനുദ്ദീൻ പറഞ്ഞു. എളാപ്പ മകളില്ല എന്നൊക്കെ പറയുള്ളൂപ്പാ. ഓളെ ഒഴിവാക്കാൻ കഴിയും നിങ്ങൾക്ക്? ശ്യാബേ, പിന്നെ അവളെ ഞങ്ങൾ കൊഞ്ചിക്കണോ? അല്ലോപ്പ, അങ്ങനെയല്ല. അവളെ ആരുടെ കൂടെ പോലെ നമുക്ക് മകളില്ലെന്ന് പറഞ്ഞ് വിട്ടുകളയാം. സ്വത്തിനു വേണ്ടി ഒന്നും മടിക്കാത്തവനോ ഫാസിൽ. അതിനുവേണ്ടിയാവും അവളെ അവൻ കെട്ടിയതും. അവളെ രക്ഷിക്കണം. അവൾക്ക് അറിയാലോ അവൻ്റെ സത്യം. എല്ലാം അറിഞ്ഞു പോയതല്ലേ അവള്. അവൾക്കൊന്നും അറിയില്ല. അവൻ്റെ മായത്തിൽ അവൾ പെട്ടതാ. ആളെ മയക്കാൻ എടുക്കാനാണ് അവൻ. അതിന് അന്വേഷിക്കണം. അവളെ പറഞ്ഞു തിരുത്തി കൊണ്ടുവരണം. കൊല്ലാനും മടിക്കാത്തവനവൻ. എല്ലാവരും ഷിയാബിന്റെ വാക്കിൽ ശരിവെച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.